വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. ത്രസ്കാന്തോസ് വചനവിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എല്ലാവരും ദൈവിക പരിപാലനയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് ദൈവിക പരിപാലനം? ദൈവം സ്നേഹിക്കുന്നു, ദൈവം കരുതുന്നു, ദൈവം വേണ്ടതെല്ലാം തരുന്നു, ദൈവം എല്ലാം ക്രമപ്പെടുത്തുന്നു. അതാണ് ദൈവിക പരിപാലനം, അല്ലേ? സങ്കീർത്തനം നമ്മൾ വായിക്കും, കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അങ്ങേക്കറിയാം. സുവിശേഷം നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദൈവം എല്ലാം തരും, ദൈവം എല്ലാം കരുതും, ദൈവം എല്ലാം മനോഹരമായി ക്രമപ്പെടുത്തും. പിന്നെ എവിടെയാണ് നമുക്ക് ഈ ദൈവിക പരിപാലനമുള്ള വിശ്വാസമില്ലാത്തത്? ദൈവിക പരിപാലനം എന്താ കുറവ് സംഭവിക്കുന്നത്? ഇന്നത്തെ വായനകളിലൊക്കെ ആ ഒരു കുറവിനെ നികത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം നമുക്ക് തരും അതിന്. പക്ഷേ ഈ മനുഷ്യരെന്ന രീതിയിൽ ഈ വായനകളിലുള്ള കുറവുകളെ നമുക്ക് കാണാൻ പറ്റും. ഇന്നൊരു ഒന്നാമത്തെ വായനയിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലീഷ പ്രവാചകൻ ഭൃത്യനോട് പറയുകയാണ്, ഈ ജനങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുക്കും. ദൈവിക പരിപാലനയാണ്, ദൈവം ഭക്ഷണം കൊടുക്കുന്നു. എന്നാൽ ആ ഭൃത്യൻ പറയും, ഞാൻ ഇത്രയും പേർക്ക് എവിടുന്നാണ് ഭക്ഷണം കൊടുക്കുക? എനിക്കെങ്ങനെ കഴിയുക? അപ്പോൾ പ്രവാചകൻ വീണ്ടും ഊന്നി പറയും, കൊടുക്കുവിൻ, മിച്ചം വരും. അതാണ് ദൈവം. പിന്നീട് രണ്ടാമത് അദ്ദേഹം പ്രവാചകനെ അനുസരിക്കുമ്പോൾ അത്ഭുതം നടക്കും. ഇതേപോലെ തന്നെയാണ് സുവിശേഷത്തിൽ. 5000 വരുന്ന പുരുഷന്മാരുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 1500 പേർക്ക് ആ പ്രദേശത്ത് വസിക്കാൻ പറ്റുകയുള്ളൂ. ആ പ്രദേശത്ത് 1500 പേർക്ക് വസിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ അവിടെ 5000-ഓളം വരുന്ന പുരുഷന്മാരുണ്ട്. അപ്പോൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ ചേരുമ്പോഴും അവിടേക്ക് ഈശോ കടന്നു വരികയാണ്. ഈശോ എങ്ങനെയാണ് പരിപാലിക്കുന്നത്? ഈശോ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ഈശോ എങ്ങനെയാണ് കരുതുന്നത്? ആ ഒരു സിറ്റുവേഷനിൽ ഈശോ വളരെ മനോഹരമായിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു. ഈശോ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഇവർക്ക് നമ്മൾ എന്ത് കൊടുക്കും? ഈശോ തന്നെ പറയുന്നു, ഫിലിപ്പോസിനോട് പറയുമ്പം എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഈശോ അത് വിചാരിച്ചു, ദൈവം അത് വിചാരിച്ച കാര്യമാണ്. പക്ഷെ അവിടെ ആരാണ് സംശയം ഉണ്ടാക്കുന്നത്? ശിഷ്യന്മാർ സംശയം ഉണ്ടാക്കുകയാണ്. ഫിലിപ്പോസിനോട് ചോദിക്കുമ്പം ഫിലിപ്പോസ് പറയും, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ല. ഫിലിപ്പോസിൻ്റെ മറുപടിയാണ്, ഒരു കുറവ് കണ്ടെത്തുകയാണ്. അന്ത്രയോസ് പറയും, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ അവിടെ ഒരു കുറവില്ല. ഇങ്ങനെ സംശയത്തിൻ്റെ മേഖലകളിലൂടെ ഇങ്ങനെ ചരിക്കുക. നമ്മളും അതുപോലെയാണ്. ദൈവം ഇങ്ങനെ മനസ്സറിഞ്ഞ് തരാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക, സ്നേഹിക്കാൻ വേണ്ടി, കരുതാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി. എന്നാൽ നമ്മളത് തിരിച്ചറിയില്ല. ദൈവം അടുത്ത് തന്നെയുണ്ട്, ദൈവം ശക്തിയായിട്ട് അടുത്ത് തന്നെയുണ്ട്, പക്ഷെ തിരിച്ചറിയാൻ പറ്റില്ല. എന്നാൽ ഈ ദൈവസ്നേഹത്തെ, ഈ പരിപാലനയെ നമുക്കെങ്ങനെ മുറുകെ പിടിക്കാം? ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? വചനത്തിലൂടെ തന്നെ നമുക്ക് ധ്യാനിക്കാം. അവർക്കുണ്ടായിരുന്ന 3 മനോഭാവങ്ങൾ നമ്മളത് മനസ്സിലാക്കേണ്ടിയിരിക്കും. ഒന്നാമതായി വചനത്തിൽ ഇങ്ങനെ വായിക്കും, രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ അടയാളങ്ങളുണ്ട്, ദൈവാനുഭവങ്ങളുണ്ട്. നമ്മളത് ഓർക്കണം, നമ്മളത് വിശ്വസിക്കണം. മുൻപ് നടന്ന എല്ലാ തരത്തിലും ഉള്ള ദൈവിക പരിപാലനയുടെ അടയാളങ്ങൾ, ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അത് നമുക്കൊരു ബോധ്യം തരും, എൻ്റെ ദൈവം എന്നെ കൊണ്ട് നടക്കും. രണ്ടാമതായി നമ്മളിങ്ങനെ ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത്. യേശു പറഞ്ഞു, വചനം ഇങ്ങനെയാണ്, ആളുകളെയെല്ലാം ഭക്ഷണത്തിന് ഇരുത്തുവിൻ. യേശു പറഞ്ഞ കാര്യം അവർ അതേപോലെ അനുസരിച്ചു. നമുക്കും ആ ഒരു മനോഭാവം വേണം. യേശു പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും, വചനം കേൾക്കാൻ, വചനം ശ്രദ്ധിക്കാൻ, അത് വിശ്വസിക്കാൻ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ. അങ്ങനെ ഒരു മനോഭാവം നമുക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ബോധ്യമാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ, അതിന് ശ്രമിക്കാനുള്ളൊരു മനസ്സുണ്ടായി കഴിഞ്ഞാൽ അത്ഭുതം നടക്കും. ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നമുക്ക് വേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി നമ്മൾ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വചനം ഇങ്ങനെ വായിക്കും, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായി ഇവനാണെന്ന് ജനങ്ങൾ പറഞ്ഞു. അവർക്ക് ബോധ്യം കിട്ടി, അവരെ കണ്ടു വിശ്വസിച്ചു, അത്ഭുതങ്ങൾ കണ്ടു. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ അടയാളങ്ങളും വചനത്തിലൂടെ കേൾക്കുന്നത് മറ്റും കാര്യങ്ങൾ നമുക്കും ഇതുപോലെ പ്രഘോഷിക്കാൻ കഴിയണം. ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ദൈവിക പരിപാലനയെക്കുറിച്ച് പറയാൻ കഴിയണം. ദൈവം എന്നെ ഇങ്ങനെയാണ് കരുതിയത്, ദൈവം ഇങ്ങനെയാണ് എന്നെ പൊന്നുപോലെ കൊണ്ട് നടന്നത് എന്ന് നമുക്ക് പ്രഘോഷിക്കാൻ കഴിയും. ആ പ്രഘോഷണത്തിലൂടെ മറ്റുള്ളവരിലേക്കും വചനം എത്തുന്നത് വഴി നമ്മുടെ ജീവിതം കുറച്ചും കൂടെ സുന്ദരമാകും. എനിക്ക് ഈ ദൈവിക പരിപാലനയെ അഗാധമായ വിശ്വാസമുള്ള ആളാണ്.
കാരണം ചെറുതിലേ മുതലേ ദൈവം ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സങ്കീർത്തനം ആദ്യം പറഞ്ഞത്, കർത്താവേ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അങ്ങേക്കറിയാം. ചില സമയങ്ങളൊക്കെ ഞാനൊരു കാര്യം ആഗ്രഹിച്ചാൽ തന്നെ ദൈവം തരും. കാരണമുണ്ട്, ചെറിയ കാലം മുതൽ ദൈവിക പരിപാലനം ഭയങ്കരമായിരുന്നു. കാരണം ഞങ്ങൾ 5 മക്കളാണ്. അപ്പൻ കൂലിവേലയൊക്കെ എടുക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ഒരിക്കലും ഒന്നിനൊരു കുറവ് വന്നിട്ടില്ല. എനിക്ക് എൻ്റെ ഓർമ്മയായ കാലം മുതൽ എൻ്റെ അപ്പൻ എനിക്കൊരു വസ്ത്രം വാങ്ങിത്തന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ബന്ധുക്കളിലൂടെയോ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള അംഗങ്ങളിലൂടെയൊക്കെ വസ്ത്രവും ഭക്ഷണവും ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ചു. അവിടെ എല്ലാം ദൈവത്തിന് നന്ദി പറഞ്ഞു. അപ്പൻ അതിനെ ദൈവിക പരിപാലനയായി കണ്ടു, ദൈവത്തെ പുകഴ്ത്തി, ദൈവം ഞങ്ങൾക്ക് തന്നു എന്ന് കാണിച്ചു തന്നു. ആ മാതൃക ഞങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്നു. അതെന്നും ഒരു പാഠമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബലിയർപ്പിച്ചപ്പോൾ ഞാൻ അഗാധമായ രീതിയിൽ ഈ ദൈവിക പരിപാലനയെ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവത്തിൻ്റെ കൃപയാണ് വേണ്ടത്, ദൈവത്തിൻ്റെ സ്നേഹമാണ് വേണ്ടത്, വേറെ ഒന്നും എനിക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ കുറേ തീരുമാനങ്ങളെടുത്തു. സ്വീകരണം വേണ്ട, മൂടി പിടിപ്പിക്കല്ല, ഡെക്കറേഷൻസ് വേണ്ട, ഫ്ലെക്സ് വേണ്ട, ഫോട്ടോഗ്രാഫി വേണ്ട. എനിക്ക് വേണ്ടത് കൃപയാണ്, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റും. ഞാൻ ആദ്യത്തെ ബലിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെയുള്ള എല്ലാവരും കരഞ്ഞു. കുറേ പേർക്ക് സൗഖ്യം കിട്ടി, ഒത്തിരി ദൈവാനുഭവങ്ങൾ കിട്ടി. അവരൊക്കെ വന്ന് പറഞ്ഞു, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളറിയുന്ന ദൈവമാണ്, വേണ്ടതെല്ലാം ക്രമപ്പെടുത്തുന്ന ദൈവമാണ്. അതാണ് നമ്മുടെ ഈശോ. ഒടുവിൽ നമുക്ക് ആ 3 പുണ്യങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. ആ 3 കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ പതിപ്പിക്കാം. 1, അടയാളങ്ങളിൽ വിശ്വസിക്കണം. 2, അവൻ പറയുന്നതെല്ലാം കേൾക്കാൻ സാധിക്കണം. 3, നമ്മൾ അനുഭവിക്കുന്ന ഈ ദൈവസ്നേഹത്തെ, ദൈവീക പരിപാലനെ പ്രഘോഷിക്കാൻ കഴിയണം. അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ സാക്ഷ്യം കൊണ്ടും ആ ദൈവത്തിലുള്ള ആഴമായ ബോധ്യവും വിശ്വാസവും മറ്റുള്ളവരിലേക്കും എത്തട്ടെ. അതിൽ ആഴപ്പെട്ടുകൊണ്ട് നമുക്കും ജീവിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ ദൈവം ജീവിക്കുന്ന, കരുതുന്ന, ശക്തിപ്പെടുന്ന ദൈവമാണെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.